ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു ചില്ലി ബ്രെഡിൻ്റെ റെസിപ്പി നോക്കാം. വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. കുറച്ച് ബ്രെഡും ക്യാപ്സിക്കവും കുറച്ച് സോസുകളും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ചില്ലി ബ്രെഡ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ഈ എടുത്തു വെച്ചേക്കുന്ന ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ടോസ്റ്റർ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ കുറച്ച് ബട്ടറൊക്കെ ഇട്ട് പാനിലിട്ടാണ് ഇത് ടോസ്റ്റ് ചെയ്യുന്നത്. തിരിച്ചു മറിച്ച് വിട്ട് ഇതുപോലെ ഇത് നല്ല രീതിയിൽ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. ഞാൻ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അതിൻ്റെ കൂട്ടത്തിൽ സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റും ഗ്രീനും ചേർന്ന പോർഷൻസ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് ട്രാൻസ്പെറൻ്റ് ആകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുവാണ്. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മുളക് പൊടിയും 1/2 ടീസ്പൂണോളം ചതച്ച മുളകും കൂടെ ഇട്ട് കൊടുക്കുവാണ്. 1 ടേബിൾ സ്പൂണോളം ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കുവാണ്. ഒരു 1.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, 1 തക്കാളിയാണ് എടുത്തേക്കുന്നത്, ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്തുടയുന്നിടം വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ലോ മീഡിയം ഫ്ലെയിമിലിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ക്യാപ്സിക്കം ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുവാണ്. 1 ടീസ്പൂണോളം സോയ സോസ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വിനെഗർ ചേർക്കാം. ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കോൺഫ്ലവർ ഒരു 3-4 ടേബിൾ സ്പൂണോളം വെള്ളത്തിൽ കലക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ടോസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഈ ബ്രെഡിൽ ഈ മസാല നന്നായിട്ട് സോക്ക് ചെയ്തെടുക്കണം. ഒരു 1/2 ടീസ്പൂണോളം വിനെഗർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടെ ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതുപോലെ നല്ലതായിട്ട് ഇത് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീനും കൂടെ ഇട്ടാൽ നമ്മുടെ ചില്ലി ബ്രെഡ് റെഡിയാണ്. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ ഉപയോഗിക്കാം. ഞാനിതിപ്പോൾ ഈവനിങ് സ്നാക്കായിട്ടാണ് എടുത്തേക്കുന്നത്. സ്കൂളൊക്കെ വിട്ട് വരുന്ന പിള്ളേർക്ക് കൊടുക്കാനായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ബ്രെഡൊക്കെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ അല്ലേ, ഒന്ന് ചെയ്ത് നോക്കണേ. ഇത് ചൂടോടെ കഴിക്കുവാണെങ്കിൽ ഒന്നുകൂടെ അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.